ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് പൈനാപ്പിൾ കേസരിയാണ്. അപ്പം നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം ഒന്ന് നോക്കാം. റവ 150 ഗ്രാം. റവ നമ്മൾ വറുത്ത് വെച്ചതാണ്. ഒരു പൈനാപ്പിൾ പകുതി നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ പകുതിയുള്ളത് ജ്യൂസിനായിട്ട് മാറ്റി വെച്ചതാണ്. നെയ്യ് ആവശ്യത്തിന്. ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 10 മുന്തിരി, ഒരു 15ഓളം അണ്ടിപ്പരിപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ പൈനാപ്പിൾ ജ്യൂസാക്കുന്നു. നമ്മൾ ജ്യൂസിനായിട്ട് മാറ്റി വെച്ച പൈനാപ്പിൾ ജ്യൂസാക്കുകയാണ്. 1 കപ്പ് അളവിന് റവ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2.5 കപ്പ് അളവിന് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. പഞ്ചസാര നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. നമ്മളിത് പഞ്ചസാര ചേർക്കാതെയാണ് ജ്യൂസ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് കളർ ചേർക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യുന്നു. ഇത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് റവ ചേർക്കാം. നല്ലപോലെ ഇളക്കണം. പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കുകയാണ്. റവ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. കുറച്ച് ഏലക്കായയും ഇതിലേക്ക് ചേർക്കാം. ഏലക്കായ നമ്മൾ പൊടിയായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്കിനി നെയ്യിൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. ഇതിൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് നല്ലപോലെ ഉരുകട്ടെ. ഉരുകിയിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിയും മുന്തിരിയും നമ്മൾ വറുത്തെടുക്കുകയാണ്. എന്നിട്ട് നെയ്യോടുകൂടി നമ്മൾ ഇത് കേസരിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ രുചികരമായ പൈനാപ്പിൾ കേസരി തയ്യാറായി. എല്ലാവർക്കും വീട്ടിൽ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.